ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് തന്നെ എല്ലാ നീതിയും ഇവിടെ നടക്കൂല. അതിനാണ് പരലോകം. മാലിക് യൗമുദ്ദീൻ പടച്ചോനാണ്. ആ പടച്ചോനക്ക് അറിയാം ആര് തെറ്റ് ചെയ്തു ആര് ശരി ചെയ്തു. എല്ലാ വിധിയും അവിടെ നിന്നാണ്. ആ പരലോകത്ത് വെച്ചിട്ട് അതിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുക, അല്ല ഇവിടുത്തെ വിധിയിലല്ല. ഇവിടെ ഇപ്പോൾ പരമാവധി ശിക്ഷിക്കാൻ കഴിഞ്ഞാൽ തന്നെ എത്ര ശിക്ഷിക്കുക? ഇപ്പോൾ പലസ്തീനിലെല്ലാം 10,000 പാവപ്പെട്ട പൈതമക്കളെ കൊല്ലുന്ന ആളെ ഒരു അന്താരാഷ്ട്ര കോടതിക്ക് പിടിച്ച് ശിക്ഷിക്കാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും? ആളെ കൊല്ലാൻ പറ്റുമായിരിക്കും പരമാവധി. ഒരൊട്ടല്ലേ കൊല്ലാൻ പറ്റുള്ളൂ. ഈ പൈതങ്ങൾ ഈ പ്രയാസപ്പെട്ട ഈ ദുരിതം സഹിച്ച അവരുടെ മുഴുവനും പ്രയാസങ്ങളെ പൂർണ്ണമായി അറിയാവുന്ന അള്ളാഹുവിൻ്റെ കോടതിയിൽ ഇവർ നിൽക്കേണ്ടി വരും. നമ്മുടെ വിശ്വാസം അതാണ്. അത് വസ്തുതയാണ്, വെറുതെ വിശ്വാസമല്ല, ആ വസ്തുതയാണത്. അവർ നിൽക്കേണ്ടി വരും. ആ കോടതിയിൽക്കാണ് നമ്മൾ ഇത് വെക്കുക. അപ്പോൾ ഒരു രാഷ്ട്ര സംവിധാനത്തിൽ നമുക്ക് അനീതിയോ ഒരു പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ആ രാഷ്ട്ര സംവിധാനത്തിൻ്റെ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് അത് പരിഹരിക്കാൻ ശ്രമിക്കും. എന്നിട്ട് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പടച്ചവൻ്റെ കോടതിയിലേക്ക് വിടും. അതാണ് ഇസ്ലാമികമായ രീതി.